ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പേർപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നുവെന്ന് കരുതട്ടെ. ഒരുപക്ഷെ ഈ സുഖമെന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലരും പ്രയാസത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും രോഗങ്ങളിലൂടെയും പോകുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ തളരേണ്ട പ്രിയരെ. നാം ഏത് കഷ്ടതയിലൂടെയാണ് പോകുന്നതെങ്കിലും നമ്മെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കണം. 50-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. കോൾ അപ്പോൺ മീ ഇൻ ദ ഡേ ഓഫ് യുവർ ട്രബിൾ, ഐ വിൽ ഡെലിവർ ദീ ആൻഡ് ദൗ ഷാൽ ഗ്ലോറിഫൈ മൈ നെയിം. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കഷ്ടത വരുമ്പോൾ നാം കഷ്ടതയിലേക്ക് നോക്കിയിരുന്നാൽ നാം തളർന്നു പോകും. നാം കഷ്ടതയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നാം വാടിപ്പോകും, നിസ്സംഗരായി പോകും, നിസ്സഹായരായി പോകും. ഇല്ലേ? നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ ആയി പോകും. നനച്ചിരിക്കാത്ത സമയത്ത് ഒരു രോഗം വന്നു, മാരകമായ രോഗമെന്ന് അറിയുമ്പോൾ ഏതൊരു മനുഷ്യനും പെട്ടെന്ന് ഒന്ന് തളർന്നു പോകും. പക്ഷേ ഒരു ദൈവവൈതൽ, ഒരു ക്രിസ്തുഭക്തൻ, ഒരു ക്രിസ്തുവിശ്വാസി എന്ത് ചെയ്യും? കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. കർത്താവേ, എനിക്ക് വന്നിരിക്കുന്ന ഈ കഷ്ടതയുടെ കാലത്ത് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. അങ്ങനെ ദൈവവചനത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഒരു രോഗമുള്ളവരെ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ പരതി നോക്കണം. രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം? രോഗം വരുമ്പോൾ സഭയെ അറിയിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തരെ അറിയിക്കണം. രോഗികളുടെ വീട്ടിൽ ചെന്ന് അവരെ തൈലം പുരട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം വരും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടെന്നാണോ, ചികിത്സ വേണ്ടെന്നാണോ? അതൊന്നും അല്ല പ്രിയരെ. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. പക്ഷേ നിങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യൂ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അത് ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല. നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവം എഴുതിയിരിക്കുന്ന ഒരു വചനമല്ല ബൈബിൾ. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, വലുതും ചെറുതുമായ ഒരു കാര്യം പോലും, എന്തിനു പറയണം, നമ്മുടെ തലയിലെ മുടി താഴെ വീഴുന്ന കാര്യം പോലും, അതിനെക്കുറിച്ച് പോലും കർത്താവ് എഴുതിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിത പന്ഥാവിലൂടെ നാം പോകേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് എല്ലാം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. മാത്രമല്ല, രോഗികളായിട്ടുള്ളവർ, ഇന്ന് നിങ്ങൾ രോഗത്താൽ വലയുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം എടുത്ത് നിങ്ങൾ മുഴുവൻ വായിക്കണം. ഒന്ന് വായിച്ചാലൊന്നും മനസ്സിലാകുകയില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത്, ഒരു വേദഭാഗം ശരിയായി ഗ്രഹിക്കണമെങ്കിൽ 20 പ്രാവശ്യമെങ്കിലും വായിക്കണമെന്ന്. 20 പ്രാവശ്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല. കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് സാധിക്കും. എത്ര മിനിറ്റ് വേണം? ഒരു 5 മിനിറ്റ് പോലും വേണ്ട ആ അധ്യായം മുഴുവനൊന്ന് വായിക്കാൻ. അപ്പോൾ 20 പ്രാവശ്യം വായിക്കുന്നതിന് 25 100 മിനിറ്റ്. 100 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 2 മണിക്കൂർ പോലും വേണ്ട. ശരിക്കും നാം മനസ്സിരുത്തി വായിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് പോലും 20 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ തിരുവചനം വായിക്കുക. ആത്മാർത്ഥതയോടെ വായിക്കണം, പ്രാർത്ഥനയോടെ വായിക്കണം. കർത്താവേ, വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ. മുഴങ്കാൽ മടക്കാൻ പറ്റുന്നവര് ഇനി ഏത് സാഹചര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയോടെ വായിക്കൂ. അങ്ങനെ വായിച്ചു 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 വരുമ്പോൾ നിങ്ങൾ വായിക്കും, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ആരാണ് ഈ അവൻ? കർത്താവായ യേശുക്രിസ്തു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു എന്ന്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു നമ്മുടെ രോഗങ്ങൾ വഹിച്ചു എന്ന്. അത് നിങ്ങൾ വിശ്വസിക്കണം.
നിങ്ങൾ ഏത് രോഗമുള്ള ഒരാളാണെങ്കിലും എൻ്റെ ഈ രോഗം, നിങ്ങളെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ ക്യാൻസർ, എൻ്റെ തലവേദന, എൻ്റെ ഹാർട്ടിന് സംബന്ധമായ രോഗങ്ങൾ, എൻ്റെ ലിവറിന് സംബന്ധിച്ച രോഗങ്ങൾ, എൻ്റെ പ്രഷർ, എൻ്റെ ഷുഗർ, അങ്ങനെ എന്ന് വേണ്ട എല്ലാം, എൻ്റെ കൊളസ്ട്രോള്, എൻ്റെ ശരീരത്തിലുള്ള സകല രോഗങ്ങളെയും യേശു വഹിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ യേശു ചുമന്നു എന്ന്, യേശു കരങ്ങളിൽ വഹിച്ചു എന്ന് കർത്താവ് ക്രൂശിലേക്ക് പോയപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവർ യഥാർത്ഥ വിശ്വാസം? യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഒറ്റവാക്കിൽ പറയുന്നതാണോ വിശ്വാസം? അതാണ്. പക്ഷേ അത് മാത്രമല്ല, ആഴത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നടന്ന യാഗത്തിൻ്റെ മർമ്മം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുമ്പോഴാണ് ഇത് ഇത്ര ആഴമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊച്ചളവിൽ കൃപയാൽ കർത്താവ് പാവപ്പെട്ട അടിയനത് മനസ്സിലാക്കി തരും. കർത്താവിന് സ്തോത്രം. കാൽവറിയിലെ യാഗത്തിൻ്റെ മഹത്വം, കാൽവറിയിൽ യേശുക്രിസ്തു യാഗമായപ്പോൾ മാനവരാശികളായ നമുക്ക് ഓരോരുത്തർക്കും നേടിത്തന്ന ആ ദൈവിക അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും തുറന്ന് നിങ്ങൾ വായിക്കുമ്പോൾ, രോഗികളായ പ്രിയപ്പെട്ടവരുള്ളവരോ ഇത് വായിക്കുമ്പോൾ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന, നിങ്ങളിന്ന് സഹിക്കുന്ന, നിങ്ങളിന്ന് കടന്നു പോകുന്ന ആ രോഗം യേശു വഹിച്ചതാണ്. സ്തോത്രം. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ കാണാം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ അവിടുന്ന് വഹിച്ചു. നാം ഇന്ന് അനുഭവിക്കുന്ന വേദന, ശരീരത്തിൻ്റെ വേദന, മനസ്സിൻ്റെ വേദന, ആത്മാവിലുള്ള വേദന, എല്ലാ വേദനകളും യേശു വഹിച്ചതാണ്, യേശു ചുമന്നതാണ്. അപ്പോൾ വേദന എടുത്ത് പൊളയുമ്പോൾ, എൻ്റെ അപ്പ, അവിടുന്ന് എൻ്റെ വേദന 2000 വർഷം മുമ്പ് കാൽവറിയിൽ വഹിച്ചതല്ലേ അപ്പാ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വിശ്വാസത്തിൻ്റെ മർമ്മത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സഡൻ റിലീഫ് കിട്ടും. ഈ അടുത്ത കാലങ്ങളിൽ എൻ്റെ കർത്താവ് കൃപയാൽ ഈ ഒരു വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടെ നിന്നില്ല ചില ദൈവമക്കൾ അവരുടെ ഭാരങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ രോഗങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കും. ഓരോ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് ഗ്രഹിച്ചിട്ട് അതിന് അനുയോജ്യമായ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഒരു രോഗി വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ പ്രിയപ്പെട്ടവൻ്റെ ഈ രോഗം കർത്താവ് ക്രൂശിൽ വഹിച്ചതാണല്ലോ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു. ഒരു വേദന പറഞ്ഞാരെങ്കിലും വിളിക്കുമ്പോൾ വേദന അവിടുന്ന് ചുമന്നു. കർത്താവ് വീണ്ടുമുണ്ട്. യേശുവിൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടെ എഴുതിയിരിക്കുന്നത്. ഈ ആത്മീക മർമ്മം വലുതാണ്. നാം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുകയില്ല. കാരണം യേശു ജനിക്കുന്നതിന് മുമ്പ് 750 വർഷം മുമ്പ് എങ്ങനെയാണ് ഇത് നിവർത്തിച്ചു എന്ന് എഴുതി വെച്ചത്. അതാണ് ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തി. ഈ വചനം ഗ്രഹിക്കുക എന്നുള്ളതൊരു ദൈവിക അത്ഭുതമാണ്. വചനം നാം വെറുതെ ഒന്ന് വായിക്കുമ്പോൾ ഗ്രഹിക്കുന്നതല്ല. വചനം ഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ബൈബിൾ എഴുതുവാൻ പ്രചോദനം കൊടുത്ത ഏതാണ്ട് 40ഓളം എഴുത്തുകാര് 1500 വർഷങ്ങൾ കൊണ്ട് എഴുതുവാൻ ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ചൊരു പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കൃപയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദൈവ കൃപയുടെ പരിശുദ്ധാത്മാവ്, ആ വെളിച്ചത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചാണ് ഈ ബൈബിൾ എഴുതിയത്. അതേ ആത്മാവ് ഈ വചനം വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ ആത്മീയ സത്യങ്ങളും മർമ്മങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഞാൻ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടുമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥനയുടെ മേന്മ അല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അനേകം രോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയാം. ഒരിക്കൽ UK-യിൽ നിന്നും ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് വിളിച്ചു. ഞാനും എൻ്റെ ഭാര്യ സാലിയും ഞങ്ങൾ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു. ആ പ്രിയ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല. ആ സഹോദരി പറഞ്ഞു, അയ്യോ, ഇപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് മരിച്ചു പോകും. അദ്ദേഹം ICU യൂണിറ്റിലാണ് കിടക്കുന്നത്, വെന്റിലേറ്ററിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സഹോദരി പറഞ്ഞത് എങ്ങനെയാണ്, മരണം അരിച്ചരിച്ച് കയറിക്കഴിഞ്ഞു, ഡോക്ടർമാർ ചുറ്റും നിൽക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാല് മുതൽ ഇങ്ങനെ നീലച്ച് വരികയാണ്.
നീല കളർ വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്ലേറ്റ്ലെറ്റ് 2000 താണുപോയി. ഡോക്ടർമാരിങ്ങനെ നോക്കി നിൽക്കുന്നു, എന്തിന്? മരണം കാണാൻ. ആ സമയത്താണ് ആ സഹോദരി വിളിക്കുന്നത്. ആ സഹോദരി പൊട്ടിക്കരഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഹൃദയവും അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാനും എൻ്റെ ഭാര്യയും അന്നേരം ഞങ്ങളുടെ ബെഡ്റൂമിൽ നിലത്ത് വെറും തറയിൽ മുട്ടുമടക്കി ഞങ്ങൾ കരം കോർത്തു പിടിച്ചു. ആ സഹോദരിയോട് പറഞ്ഞു ഹോൾഡ് ചെയ്യാൻ. ആ സഹോദരി ആശ്വസിപ്പിക്കണ്ടേ. ഞങ്ങൾ ആ സഹോദരിക്ക് ആശ്വാസം നൽകുവാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവരങ്ങളിലേക്ക് ആ കുടുംബത്തെ ഏൽപ്പിച്ചു. ആ സഹോദരൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ തരാമെന്ന്. പെട്ടെന്ന് തന്നെ ആ സഹോദരി എനിക്ക് ഷെയർ ചെയ്തു. ഉടനെ തന്നെ ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു ഞരക്കം കേൾക്കാം. ഒരു ഞരക്കം, വലിയൊരു ഞരക്കം. ഞാൻ പറഞ്ഞു അധികം മിണ്ടാൻ നേരമില്ല, സമയം വളരെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു പ്രിയ സഹോദര, ആ ഫോണൊന്ന് ചെവിയോട് ചേർത്തങ്ങ് വെച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ അത് അനുസരിച്ചു. അതിനുശേഷം ഹല്ലേലൂയ ദൈവറയിൽ ആശ്രയിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ആത്മാവിലുള്ള പ്രാർത്ഥനയുണ്ട്. ആത്മാവിലുള്ള ഒരു പ്രാർത്ഥന. ശരീരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, ശബ്ദം കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, എന്നാൽ ആത്മാവിലൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവ് കൃപയാൽ തന്ന അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന, വിവിധ ഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അത് വ്യത്യസ്തമാണ് പ്രിയരെ. അത് അനുഭവിച്ചാലേ അറിയൂ. അനുഭവിക്കാത്തവർ പറയും അത് ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അനുഭവിക്കണം. ഞാനും സാലിയും വിവിധ ഭാഷകളിൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിവിധ ഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഈ ദൈവത്തോട് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നെത്തി വിളിക്കേണ്ട. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നെന്ന് വചനമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ മകൻ ശ്രദ്ധയോടെ ഇട്ടു. ഞങ്ങൾ പറഞ്ഞു മരണദൂതൻ അവനെ തുടരരുത്, ആ മകനെ തുടരരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ, യേശു കാൽവറി ക്രൂശിൽ നേടിത്തന്ന ആ കാൽവറിയിലെ വിജയക്കൊടിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? ഏതാനും സമയക്കുള്ളിൽ ആ സഹോദരൻ്റെ പ്ലേറ്റ്ലെറ്റ് 9000 ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കറിയാം. ഞങ്ങൾ വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റും? കടലുകൾക്കപ്പുറേ UK കിടക്കുന്ന ഒരു മനുഷ്യനെ, ഈ പാവപ്പെട്ട ഞങ്ങൾ ഈ ഇന്ത്യയിൽ കേരളത്തിലിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ മൂവാറ്റുപുഴയിൽ ഞങ്ങളുടെ കൊച്ചു ഭവനത്തിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്നൊരു അപ്പനുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മരണം വഴി മാറിപ്പോയി. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ കേൾക്കാം ആ പ്ലേറ്റ്ലെറ്റ് 13,000 പിന്നീടത് 29,000 പിന്നീടത് 36,000 സന്തോഷം. പെട്ടെന്നതാ വേറൊരു ഫോൺ കോള്. കൂടിയ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു വരുന്നു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്, ഇതും ഡേഞ്ചറസ് ആണ്. പക്ഷേ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് പ്രാർത്ഥിച്ചു. പ്ലേറ്റ്ലെറ്റ് ഉടനെ 42,000 പിന്നെ അത് 1,17,000 ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധാരണ മനുഷ്യനുള്ള പ്ലേറ്റ്ലെറ്റ് പൂർണ്ണമായിട്ടുണ്ട്. ഇന്ന് ആരോഗ്യത്തോടെ ഏതാനും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോലിക്ക് പോയി. ഒരിക്കൽ നൈറ്റ് ഷിഫ്റ്റ് കയറിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വിളിച്ചു, സാറേ ഞാനിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് നോക്കുകയാണ്. സന്തോഷത്തോടെ ആ കുടുംബം വിളിക്കാനിടയായി. ഇടയ്ക്കിടയ്ക്കെല്ലാം ആ കുടുംബം വിളിക്കും. എൻ്റെ പ്രിയരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശു പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊള്ളണം. രോഗം വരുമ്പോൾ അയ്യോ എനിക്ക് രോഗമാണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആകുലപ്പെടരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, നിങ്ങൾ മരിച്ചു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇല്ല, ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എൻ്റെ യേശു എനിക്ക് സൗഖ്യം തരും. എൻ്റെ യേശു കാൽവറിയിൽ നേടിയ ആ തിരുരക്തത്താൽ, യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം യേശു എനിക്ക് തരുമെന്നുള്ള ഉറപ്പും നിർണയവും നിങ്ങൾ പ്രാപിക്കണം. പ്രിയപ്പെട്ട രോഗികളായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. രോഗത്തിൽ നിന്ന് മോചനം കർത്താവ് നിങ്ങൾക്ക് തരും. യേശു അടിയേറ്റത്, ഓരോ അടിയും ഏറ്റത് മകനെ എന്നിട്ട് രോഗം മാറ്റാനാണ്, മകളെ എന്നിട്ട് രോഗത്തിന് സൗഖ്യം തരാനാണ്. ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് വിശ്വസിച്ചാൽ ഇപ്പോൾ രോഗസൗഖ്യം നടക്കും. ഹല്ലേലൂയ. ഈ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചാൽ, എൻ്റെ യേശു കാൽവറിയിലേറ്റ ഓരോ അടിപ്പിണരാലും എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, എൻ്റെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു. സാക്ഷാൽ എൻ്റെ രോഗങ്ങളെ യേശു വഹിച്ചു. എൻ്റെ വേദനകളെ യേശു ചുമന്നു. യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാവുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന വചനത്തിലുണ്ട്. എന്തിനാ ഈ വചനമൊക്കെ കൊടുത്തിരിക്കുന്നത്? ഈ വചനം നാം കയ്യിലെടുത്ത്, വചനമാകുന്ന ആയുധം കയ്യിലെടുത്ത് നാം പ്രാർത്ഥിക്കണം. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, ദൈവത്തിൽ നിന്ന് വലിയ വിടുതൽ കിട്ടുന്നത്, ദൈവത്തിൽ നിന്നും നമുക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ശരീരത്തിൽ രോഗമാകട്ടെ, മനസ്സിലെ രോഗമാകട്ടെ, ആത്മാവിൽ ബാധിച്ച രോഗമാകട്ടെ, എല്ലാം ഇതിൽ തീരും. എല്ലാം ഈ തിരുവചനത്തിൽ തീരും. എല്ലാം ഈ വാക്കിൽ തീരും. ഈ വാക്കിൻ്റെ ശക്തി അതിഭയങ്കരമാണ്. കർത്താവിൻ്റെ സ്തോത്രം. വചനത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാമോ? വചനത്തിലേക്ക് തിരിയാമോ? വചനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാമോ? വചനപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കാമോ? എങ്കിൽ നിങ്ങൾ ലജ്ജിതരാകുകയില്ല, എങ്കിൽ നിങ്ങൾ നിന്ദിതരാകുകയില്ല. നിങ്ങളുടെ മുഖത്തെ കർത്താവ് ആദരിക്കും. വചനത്തെ ആദരിക്കുന്നവനെ ദൈവം ആദരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. നിങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ ഗൈഡൻസോ ഏതെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളാലാവത് ഞങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ നിറപടിയായി